ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത വർഷം 2024 വരാൻ പോകുന്ന 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങളെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ലീക്സും കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ളതാണ്. ഇതിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഏറ്റവും പുതിയ ഹ്യുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി ജാനുവരി 16 റിവീൽ ഉണ്ടാവും. അതായത് ലോഞ്ച് ആയിരിക്കില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് വണ്ടി കാണാൻ പറ്റും. ഇതിൻ്റെ ഇഷ്ടം പോലെ ലീക്സും അതുപോലെ റെൻഡേഡ് ഇമേജസും സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഓട്ടോക്കാർ ഇന്ത്യയുടെ റെൻഡറാണ് വന്നത്. ഇത് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും, കാരണം ഈ വണ്ടിയുടെ ടെസ്റ്റിങ്ങിലൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ഡിസൈനാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ ഹ്യുണ്ടായി ഈ അടുത്ത് മീൻസ് കഴിഞ്ഞ വർഷം റഷ്യയിൽ ഇറക്കിയ ഫേസ് ലിഫ്റ്റ്, അതുപോലെ ഇന്തോനേഷ്യയിൽ അവർ 2022 ഫേസ് ലിഫ്റ്റ് ഇറക്കി. ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. നമുക്ക് ഇന്ത്യയിൽ വരുന്ന ഫേസ് ലിഫ്റ്റിന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ഏറ്റവും പുതിയ സാന്റാഫെ പോലുള്ള മോഡൽസുമായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഫേസ് ലിഫ്റ്റാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. ടിസോൺ ഇൻസ്പയർഡ് അല്ല. എന്തായാലും സംഭവം അത്യാവശ്യം നല്ലതായിരിക്കും, കാരണം എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ അവർ ഈ മോഡലിൽ വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലാണെങ്കിലും ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ ഇൻഫോടൈം സിസ്റ്റത്തിൻ്റെ പുതിയ ലേറ്റസ്റ്റ് വേർഷൻ വരും. അതുപോലെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് നമുക്ക് അൽക്കസാറിന് 10.25 ഇഞ്ച് യൂണിറ്റ് കിട്ടും. പിന്നെ ഇഷ്ടംപോലെ പുതിയ ഫീച്ചേഴ്സ്, ഇപ്പോൾ ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ പുതിയ സെൽട്ടോസ് ഫേസ് ലിഫ്റ്റിൽ കണ്ട കുറേ സാധനങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്കും ക്യാരി ഓവർ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. 360 ഡിഗ്രി ക്യാമറ പോലെയുള്ള സാധനങ്ങളൊക്കെ. അതിന് പുറമെ ഇതിനകത്ത് വരാൻ പോകുന്ന പുതിയ ടെക്നിക്കൽ ആയിട്ടുള്ള അഡീഷൻസിൽ ഒന്നാണ് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ. അത് നമ്മൾ സെൽട്ടോസിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ്. പുതിയ വെർണയിലും ഈ എഞ്ചിൻ ഉണ്ട്. 160 PS, 253 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്ക് എന്നിങ്ങനെയാണ് ഇതിൻ്റെ പവർ വരുന്നത്. ഇത് മാനുവലും DCT ഓട്ടോമാറ്റിക്കലും ഉണ്ടാവും. പിന്നെ 1.5 ലിറ്റർ ടർബോ ഡീസൽ, 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ തീർച്ചയായും ഈ ഒരു വാഹനത്തിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്ത വാഹനം പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടി നമ്മൾ ഡിസംബറിൽ കണ്ടതാണ്, അതായത് ഇതിൻ്റെ അൺവെയിലിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഡിസൈനൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ പ്രൈസോ അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ലോഞ്ച് ഡേറ്റോ അതുപോലെ ഈ വണ്ടിയുടെ മീഡിയ ഡ്രൈവ് പോലുള്ള സാധനങ്ങളൊന്നും ആയിട്ടില്ല. അത് പക്ഷേ നമുക്ക് 2024 എക്സ്പെക്ട് ചെയ്യാം. ഇൻഫാക്ട് ജാനുവരി അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഫെബ്രുവരി, അതിന് മുകളിലേക്ക് തീർച്ചയായും പോകില്ല. എനിക്ക് തോന്നുന്നു ജാനുവരിയിൽ തന്നെ ഈ വണ്ടിയുടെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ വരുമായിരിക്കും എന്ന്. എന്തായാലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് ഇതും. കാരണം എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്, നമ്മൾ പ്രത്യേകിച്ച് പ്രീ ഫേസ് ലിഫ്റ്റ് മോഡൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ അത് അഗൈൻ എക്സ്റ്റീരിയറിൽ മാത്രമേ അങ്ങനെ ഭയങ്കര മേജർ ഡിഫറൻസ് ഉള്ളൂ. ഇൻറ്റീരിയറൊക്കെ അവർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെയാണ് വെച്ചത്. പുതിയ 10.25 ഇഞ്ച് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ഉണ്ട്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് 10.25 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റം ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് കൺട്രോളിന് നോബ്സിൽ ചെറിയ വ്യത്യാസം, അങ്ങനെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെയാണ് ബാക്കി ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ. വേറെ അങ്ങനെ ഇൻറ്റീരിയറിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നുമില്ല. ടെക്നിക്കലിയും ഈ ഒരു വാഹനം സെയിം ആണ്. പണ്ടത്തെ 1 ലിറ്റർ ടർബോ പെട്രോൾ അവൈലബിൾ ആയിരിക്കും. അതുപോലെ 1.2 ലിറ്റർ ഏറ്റവും ബേസിക് NA പെട്രോൾ ഉണ്ടാവും. പിന്നെ നമുക്ക് 1.5 ലിറ്റർ ഡീസൽ ഉണ്ടാവും. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത് ഡീസലിൽ നമുക്ക് ഇനി മുതൽ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. പണ്ട് ഇതിൻ്റെ അകത്ത് ആകെ 6 സ്പീഡ് ടോക്കൺ കൺവെർട്ടർ ഓട്ടോയും അതുപോലെ തന്നെ IMT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി ഇത് രണ്ടും ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് 6 സ്പീഡ് മാനുവലും അവൈലബിൾ ആയിരിക്കും. ഇത് 115 bhp ഉള്ള VGT, അതായത് വേരിയബിൾ ജോമെട്രി ടർബോ ചാർജറുള്ള 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. അല്ലാതെ പണ്ടുണ്ടായിരുന്ന 100 bhp എഞ്ചിൻ അല്ല. അത് ഈ BS 6.2 അപ്ഡേറ്റ് വന്നപ്പോൾ മാറിയതാണ്. ഇനി അടുത്ത വണ്ടി പുതിയ XUV 300 ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വണ്ടികളെല്ലാം ഏകദേശം ഒരു സമയത്താണ് വന്നത്. അതായത് നമ്മുടെ സോണറ്റ് ഫേസ് ലിഫ്റ്റ്, നെക്സോൺ ഫേസ് ലിഫ്റ്റ് കുറച്ച് മുമ്പ് വന്നു. അതുപോലെ ഇനി 2024 സ്റ്റാർട്ടിങ്ങിൽ അൺവീൽ ചെയ്യാൻ പോകുന്ന മറ്റൊരു വാഹനമാണ് XUV 300 ഫേസ് ലിഫ്റ്റ്. ഈ വണ്ടിയുടെയും ഇഷ്ടം പോലെ സ്പൈ ഷോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്. എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിലും ഈ വണ്ടിയിൽ അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടാവും കണ്ടിരിക്കുന്ന സ്പൈ ഷോട്ട്സ് ഒക്കെ വെച്ച്. ഇൻറ്റീരിയറിലാണെങ്കിലും ഡാഷ്ബോർഡ് ലേഔട്ടിൻ്റെ സൈഡിലും അതുപോലെ മുകളിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ഏരിയയിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. പുതിയ 10.25 ഇഞ്ചസിന് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റർ ഉണ്ട്. അതുപോലെ AC കൺട്രോൾസ് അവർ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന വയർലെസ് ചാർജിങ് പാഡ് അവൈലബിൾ ആണ്. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ്. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ്റെ പുതിയൊരു ഗിയർ ലിവർ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് പറയാൻ പറ്റുന്ന സീറ്റ്സിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ട്. അതായത് അതിൻ്റെ അപ്ഹോൾസ്ട്രിയിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം. ബാക്കിലാണെങ്കിലും AC വെൻസ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് മാനുവൽ അല്ല, ഓട്ടോ ഡേ നൈറ്റ് IRVMസും പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ. ബാക്കി ടെക്നിക്കലി ഈ വണ്ടി സിമിലർ ആയിരിക്കും. 1.2 ടർബോ പെട്രോൾ ആണ് ഇതിനകത്ത് പണ്ടുണ്ടായിരുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ കൂടെ 1.5 ലിറ്റർ ടർബോ ഡീസലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. എന്തായാലും ഈ വണ്ടി വരുന്ന സമയത്ത് ഒരു മേജർ അപ്ഗ്രേഡ് തന്നെയായിരിക്കും പണ്ടത്തെ മോഡലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നാലും ഇത്രയും കാലമായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഇൻറ്റീരിയറിലുള്ള ഡാഷ്ബോർഡിൻ്റെ ലേഔട്ട് അവർ ഇത്രയും കാലമായിട്ട് മാറ്റിയിട്ടില്ല. അത് ഈ ഫേസ് ലിഫ്റ്റിലും സെയിം ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് ഇത്തിരി ഒരു പഴയ വൈബ്സ് അടിക്കുന്നത്, അതായത് കുറച്ച് പഴഞ്ചൻ ഡിസൈൻ ആയല്ലോ എന്ന്. അല്ലാത്ത പക്ഷം ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പം ഈ വണ്ടി ഇനി പുതിയ മോഡൽ വരുമ്പം വലിയ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എനിവേ ഇതാണ് മൂന്നാമത്തെ വാഹനം. ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കടക്കാം. അതും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാഹനമാണ്. കാരണം 2016
2018 തേർഡ് ജനറേഷൻ സ്വിഫ്റ്റ് ഇന്ത്യയിൽ വന്നത്. ഇനി വരാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ മോഡൽ നമുക്ക് ഈ 2024 വരാൻ പോകുന്നത്. ആൻഡ് അത് ജാപ്പനീസ് ഓട്ടോ എക്സ്പോയിലൊക്കെ അവർ ഈ അടുത്ത് കാണിച്ചതാണ്. ആക്ച്വലി ടോക്കിയോ മോട്ടോർ ഷോയിലാണ് കാണിച്ചത്. ഈ വണ്ടി അത്യാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എക്സ്റ്റീരിയറിൽ ഉൾക്കൊണ്ടാണ് വരുന്നത്. ഇതിപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ തേർഡ് ജെൻ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരു എവല്യൂഷണറി മാറ്റം ഇതിൻ്റെ അകത്തുള്ളൂ ഡിസൈനിൻ്റെ കാര്യത്തിൽ. അതും എക്സ്റ്റീരിയർ ബേസിസിൽ പറയുകയാണെങ്കിൽ, കാരണം പുതിയ ലൈറ്റ്സ് വന്നു, അതുപോലെ ടെയിൽ ലാംപ്സിന് ഡിസൈനിൽ കുറച്ച് പുതിയ റിവിഷൻ വന്നു. അല്ലാതെ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ സെയിം ആണ്. പിന്നെ പണ്ടത്തെ ആ ഒരു ഡോർ ഹാൻഡിൽസിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ അവർ മാറ്റി, അത് ഡോറിൽ തന്നെ ആണ് ഇപ്പോൾ പുതിയ മോഡൽ കൊടുത്തിരിക്കുന്നത്. പണ്ട് സി പില്ലറിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ബമ്പറിൻ്റെ ഡിസൈൻ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായും പറയാം. പ്ലാറ്റ്ഫോം സെയിം ഹാർടെക് പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് മേജർ അപ്ഗ്രേഡ്സ് വരുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ലേശം വ്യത്യാസങ്ങളൊക്കെ പറയാം. അല്ലെങ്കിൽ ഇപ്പം വലിയ വ്യത്യാസം വരുത്തിയിട്ടില്ല എങ്കിൽ സൈഡ് പ്രൊഫൈൽ പക്കാ സെയിം ആയിട്ട് വന്നേനെ. ഇനി ഇൻറ്റീരിയറിലാണ് ഈ വണ്ടിയിൽ മെയിനായിട്ട് അത്യാവശ്യം വ്യത്യാസം വരുന്നത്. നമുക്ക് ഇപ്പോഴത്തെ കറണ്ട് മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പഴയതായിട്ട് തോന്നും. പക്ഷേ എന്നാൽ ഈ വണ്ടി അത്യാവശ്യം മോഡേൺ ആണ്. പുതിയ 9 ഇഞ്ചസിൻ്റെ സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾസ്, അതുപോലെ പുതിയ 4.2 ഇഞ്ച് TFT ഡിസ്പ്ലേ ഉള്ള ക്ലസ്റ്റർ നമ്മൾ ബലേനോയിലൊക്കെ കണ്ട സംഭവം. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സിൻ്റെ ഒരു കൺട്രോൾ പാനൽ ഒരു റിവൈസ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ബലേനോയിൽ കണ്ട സംഭവമാണ്. വേറെ എങ്ങനെ പറയത്തക്ക ഭയങ്കര ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് HUD അല്ലെങ്കിൽ 360° ക്യാമറ ഇന്ത്യയിൽ വരില്ല എന്ന് പറയുന്നു. പക്ഷേ പുറത്ത് കാണിച്ച മോഡലിലെ സംഭവം ഉണ്ട്. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. എഞ്ചിൻ വൈസ് ഈ വണ്ടിയിൽ വ്യത്യാസമുണ്ട്. കാരണം പുതിയ Z12E എന്ന് പറയുന്ന Z സീരീസ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പവറും പണ്ടത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ആകെ 82 PS പവറും അതുപോലെ 108 Nm ടോർക്കും ഉള്ളൂ. ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം ടാറ്റയുടെ പുതിയ കർവ് എന്ന് പറയുന്ന നെക്സോൺ ബേസ്ഡ് കൂപ്പെ SUV ആണ്. ഇത് പറഞ്ഞു വരുമ്പം നെക്സോണിൻ്റെ സെയിം X1 പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. നെക്സോണിൻ്റെ അല്ലാതെ നമ്മുടെ പഴയ ഇൻഡിക്ക വിസ്ത പോലുള്ള പ്ലാറ്റ്ഫോമാണ്. എന്നാൽ പോലും അതിൻ്റെ അകത്ത് അത്യാവശ്യം റിവിഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് അവർ ഈ ഒരു വണ്ടി ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പം ഇതൊരു സെഡാൻ പോലെ തോന്നുമെങ്കിലും സംഭവം ഇത് സ്ലോപ്പിംഗ് റൂഫ് ലൈനൊക്കെയുള്ള അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു SUV ആയിട്ടായിരിക്കും ടാറ്റ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്. കൂപ്പെ SUV എന്നാണ് മിക്കവാറും പറയാൻ പോകുന്നത്. ഇത് സംഭവം ഒരു ക്രോസ് ഓവറാണ്. ഇപ്പം നെക്സോൺ ആണെങ്കിലും ഒരു ക്രോസ് ഓവർ കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ്. പിന്നെ നമ്മൾ ഈ വണ്ടീനെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര വലിയൊരു റെവല്യൂഷണറി ആയിട്ടുള്ള വണ്ടി പോലെ തോന്നാൻ സാധ്യതയില്ല. കാരണം റെവല്യൂഷണറി ആയിട്ടുള്ള ഈ വണ്ടിയിൽ അവർ കൊണ്ടുവരാനിരുന്ന മാറ്റങ്ങളൊക്കെ ടാറ്റ നെക്സോൺ ഫേസ് ലിഫ്റ്റിൽ തന്നെ കൊണ്ടുവന്നായിരുന്നു. അതിപ്പോൾ പുതിയ ഇൻറ്റീരിയർ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റീരിയർ ഡിസൈനിൽ വരുന്ന ആ ഒരു സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സിൻ്റെ പാറ്റേൺ ആണെങ്കിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ നെക്സോൺ ഫേസ് ലിഫ്റ്റിൽ കണ്ടതാണ്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. ഇൻറ്റീരിയറിലാണെങ്കിലും നമുക്ക് നെക്സോണിലുണ്ടായിരുന്ന ആ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ നോബ്സ് ചിലപ്പോൾ നമുക്ക് ഹാരിയറിലും സഫാരിയിലും ഉണ്ടായിരുന്ന പോലെ ഡ്യുവൽ സോൺ ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനെ ഒന്നും പറയണ്ട. ടാറ്റ നെക്സോണിൽ കൊടുത്ത എല്ലാ ഫീച്ചേഴ്സും അതിന് പുറമെ ചിലപ്പോൾ ഹാരിയറിലും സഫാരിയിലും കൊടുത്ത പുതിയ കുറച്ച് ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തേക്ക് നാരോ ഡൗൺ ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. 2024 മിഡോട് കൂടിയാണ് ഈ വണ്ടിയുടെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഇലക്ട്രിക് ഇറങ്ങും, അതിനുശേഷം പിന്നെ പെട്രോൾ ഡീസൽ മോഡൽസ് ഒക്കെ ഇറങ്ങുള്ളൂ. പെട്രോൾ ആണെങ്കിൽ തന്നെ ടാറ്റയുടെ പുതിയ 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, അതായത് TGDI ടെക്നോളജി ഉപയോഗിച്ച് വരുന്ന എഞ്ചിനായിരിക്കും ഇതിനകത്ത് വരാൻ പോകുന്നത്. എനിവേ ഗൈസ്, ഇതാണ് ടോപ്പ് 5 മോസ്റ്റ് അവൈറ്റഡ് കാർസ് ഓഫ് 2024. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.